ഓക്കെ, ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ MP ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഫ്രീ ക്ലാസ് UPSCയുടെ ഫ്രീ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. കുറച്ച് ക്ലാസ്സുകൾ നമുക്ക് ഇതേ രീതിയിൽ റെക്കോർഡിംഗ് ആയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, നമ്മുടെ ലൈവ് ക്ലാസ്സിന്റെ കാര്യങ്ങൾ റെഡി ആയി കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ ലൈവ് ക്ലാസ്സും കൂടി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് കുറച്ച് ക്ലാസ്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളായി പറയാം. പിന്നെ ഒന്നാമതായിട്ട് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ആർട്ട് ആൻഡ് കൾച്ചർ ആണ്. GS 1 മുതൽ നമുക്ക് തുടങ്ങാം. GS 1, 2, 3, 4 ഈ ഓർഡറിലാണ് ഉണ്ടാവുക. അവിടെ കറണ്ട് അഫയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നന്നായിട്ട് നോക്കണം കേട്ടോ. സിലബസിന്റെ ഡീറ്റെയിൽ ആയിട്ട് വേറെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നത് ക്ലാസ് ഡീകോഡ് ചെയ്തിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ അത് കാണണം. സിലബസിന്റെ ഞാനത് അയക്കാം. അതിന്റെ PDF കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിലും ഷെയർ ചെയ്യുന്നുണ്ട്. ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ GS 1 നമുക്ക് നോക്കാനുള്ള ആർട്ട് ആൻഡ് കൾച്ചർ, ഫസ്റ്റ് ആർട്ട് ആൻഡ് കൾച്ചർ ആണ്. പിന്നെ ഹിസ്റ്ററി പലതരം ഹിസ്റ്ററി ഉണ്ട്. ആൻഷ്യന്റ്, മെഡീവല്, മോഡേൺ, വേൾഡ്. പിന്നെ ജോഗ്രഫി ഇന്ത്യ, വേൾഡ്. പിന്നെ അതുപോലെ തന്നെ സൊസൈറ്റി. ഈ സബ്ജക്റ്റാണ് നമുക്ക് പ്രധാനമായിട്ടും അതിൽ പഠിക്കാനുള്ളത്. അപ്പൊ അതിൽ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂലുള്ള ആർട്ട്, ഹിസ്റ്ററി, ജോഗ്രഫിയാണ് നമ്മൾ ഫസ്റ്റ് കവർ ചെയ്യുക. സൊസൈറ്റിയും വരും കേട്ടോ. അപ്പൊ നമ്മുടെ ഫ്രീ ക്ലാസ് കാര്യങ്ങൾ ഒന്നെങ്കിൽ ലൈവോ അല്ലെങ്കിൽ റെക്കോർഡിംഗ് ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ ഉണ്ടാവുക. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ മാത്രം നിങ്ങൾക്ക് ബെല്ല് എനേബിൾ ചെയ്ത് ഇത് കിട്ടണമെന്നില്ല, നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നില്ല. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് എന്ത് പറയുക ദിവസം ക്ലാസ് കിട്ടും. അധികം ഈ ഒരു സമയത്തായിരിക്കും ക്ലാസ് നിങ്ങൾക്ക് അയക്കുന്നുണ്ടാവുക. 7 മണി 8 മണി സമയത്തായിരിക്കും ഈവനിങ്. അപ്പൊ ആ സമയത്ത് എല്ലാവരും അറ്റൻഡ് ചെയ്യുക. എന്ത് ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാം. പിന്നെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്ന വിട്ടു പോകരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾ കാണിക്കേണ്ടത് അതിലൂടെയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് UPSC പ്രിലിംസിനെ ഫോക്കസ് ചെയ്താണ് നമ്മൾ ഫസ്റ്റ് വരുന്നത്. 2025 പ്രിലിംസ് എഴുതാൻ പോകുന്ന ആളുകൾക്ക് വേണ്ടിയാണ്. പ്രിലിംസിന് മുന്നായിട്ട് നമ്മൾ കംപ്ലീറ്റ് സബ്ജക്ട് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അത് നിങ്ങളുടെ സപ്പോർട്ട്, ലൈക്കും ഷെയറും ആണ് നമ്മുടെ വീണ്ടും ക്ലാസ്സിൽ ഇടാൻ വേണ്ടി നമ്മളെ പ്രചോദിപ്പിക്കുന്നത്. അതായിരിക്കും ഫ്രീ IAS ക്ലാസ് GS 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് ആർട്ട് ആൻഡ് കൾച്ചർ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ആർട്ട് ആൻഡ് കൾച്ചർ തുടങ്ങിയിട്ട് പിന്നെ ഹിസ്റ്ററി, ജോഗ്രഫി, അങ്ങനെ ഓരോ സബ്ജക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, തീർത്തു പോകാം. ഇതിന് കൂടെ നിങ്ങൾ ചെയ്യേണ്ട കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഉണ്ടാവും. നിങ്ങൾ കൂടെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒന്ന്, ഈ മെറ്റീരിയൽസ് ഞാൻ ഗ്രൂപ്പിലയക്കും, ടെലിഗ്രാം ഗ്രൂപ്പിലയക്കും. അതിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ജോയിൻ ചെയ്യാം. ടെലിഗ്രാമിൽ ഈ ഒരു ഇത് അയക്കുന്നത്. അപ്പൊ ടെലിഗ്രാമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിന്റ് എടുത്ത് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പിന്നെ ഇതുമായി ബന്ധപ്പെട്ട PYQs കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യും. നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട PYQs കൂടെ ചെയ്തു പോകണം. പ്ലസ് ഈ മെറ്റീരിയൽ വായിക്കുക. പ്ലസ് അതിന്റെ കൂടെ എന്ത് ചെയ്യുക, NCERT വായിക്കാത്ത ആളുകളുണ്ടെങ്കിൽ വായിക്കുക. വായിച്ച ആളുകളാണെങ്കിൽ അതിന്റെ കൂടെ റിവിഷൻ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ബുക്ക് ഞാൻ എപ്പോഴും പറയും. ആ സ്റ്റാൻഡേർഡ് ബുക്ക് എന്ത് ചെയ്യുക, കവർ ചെയ്യാം. അതിൽ ആർട്ട് ആൻഡ് കൾച്ചർ നമ്മൾ കവർ ചെയ്യേണ്ട ബുക്ക് നിതിൻ സിംഗാനിയ തന്നെയാണ്. നിതിൻ സിംഗാനിയുടെ ആർട്ട് ആൻഡ് കൾച്ചർ ആണ് നിങ്ങൾ കവർ ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, വാങ്ങാത്ത ആളുകളുണ്ടെങ്കിൽ വാങ്ങുക. അല്ലെങ്കിൽ അതിന്റെ PDF കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. പിന്നെ ഓൺലൈനിൽ അത് അവൈലബിൾ ആണ്. ഞാൻ അതിന്റെ ലിങ്ക് എന്ത് ചെയ്തതിന്റെ കൂടെ നിങ്ങൾക്ക് ഇതാക്കാം. ഓൺലൈനിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പൊ അത് ഇതിന്റെ കൂടെ വായിച്ചു പോകണം. നിതിൻ സിംഗാനെ കംപ്ലീറ്റ് വായിക്കണമെന്നില്ല. ഞാൻ പറയുന്ന ടോപ്പിക്കുകൾ അല്ലെങ്കിൽ നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ സെലക്റ്റീവ് ആയിട്ട് വായിച്ചാൽ മതി നിതിൻ സിംഗാനെ. കാരണം അത്രയും വലിയ ബുക്കാണ്. പക്ഷെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആർട്ട് ആൻഡ് കൾച്ചറിന്റെ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് പറഞ്ഞു തരുന്നത്. ഈ കാരണം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലൊക്കെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നോക്കണം. പിന്നെ സിലബസ് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവണം. സിലബസ് വായിക്കണം. സിലബസ് ആർട്ട് ആൻഡ് കൾച്ചർ സിലബസ് കാര്യമായിട്ടൊന്നും പറയുന്നില്ല. അതിന് ഡീകോഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്തൊക്കെ നമുക്ക് ആർട്ട് ആൻഡ് കൾച്ചറിൽ കവർ ചെയ്യാനുണ്ട് എന്നുള്ള ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആർട്ട് ആൻഡ് സിലബസ് മാത്രമായിട്ടൊരു ഇത് വെക്കുന്ന സമയത്ത് പറയാം. ഇതിൽ പറയുന്നത് സിമ്പിൾ ആയിട്ട് UPSC സിലബസിൽ പറയുന്നത് എന്താണ്, ഞാൻ സിലബസ് കാണിക്കാം. സെക്കൻഡ്, UPSC സിലബസ് ഞാൻ കാണിച്ചുതരാം. UPSC സിലബസിൽ അങ്ങനെ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നില്ല, ആർട്ട് ആൻഡ് കൾച്ചർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പക്ഷെ ഡീകോഡ് ചെയ്ത് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ആർട്ട് ആൻഡ് കൾച്ചറിൽ പഠിക്കാനുണ്ട് അത്യാവശ്യം. ആർട്ട് ആൻഡ് കൾച്ചറും ആൻഷ്യന്റും മെഡീവൽ ഏകദേശം കണക്ട് ആണ്. ആൻഷ്യന്റ് മെഡീവലിൽ ബന്ധപ്പെട്ട് പൊതുവെ ചോദിക്കാറ് ആർട്ട് ആൻഡ് കൾച്ചർ ആണ്. ഓക്കെ, പേപ്പർ 2 GS 1 വരുന്നത്. പേപ്പർ 1 essay ആണ്, നിങ്ങൾക്ക് അറിയാലോ. നമ്മൾ പ്രത്യേകിച്ച് അതിന് വേണ്ടി ക്ലാസ് ഒന്നുമില്ല. പഠിക്കുക, മാക്സിമം എസ്സേകൾ എഴുതി നോക്കുക, എഴുതി പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ പേപ്പർ 2 GS 1 വരുന്നത് ഇങ്ങനെയാണ്. ആർട്ട് ആൻഡ് കൾച്ചർ ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, പിന്നെ സൊസൈറ്റി ഉണ്ട്. അതിൽ ആർട്ട് ആൻഡ് കൾച്ചർ ഇങ്ങനെ എത്രേ പറയുന്നുള്ളൂ. ഇന്ത്യൻ കൾച്ചർ കവേഴ്സ് ദ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ലിറ്ററേച്ചർ, ആർട്ട് ഫോംസ്, ആർക്കിടെക്ചർ എല്ലാം പഠിക്കണം. ഫ്രം എവിടെ മുതൽ, ആൻഷ്യന്റ് മുതൽ മോഡേൺ വരെ. അപ്പൊ ആൻഷ്യന്റ് മെഡീവൽ മോഡേൺ വന്നു. ലിറ്ററേച്ചർ നമ്മൾ ലിറ്ററേച്ചർ കാര്യങ്ങളാണ്. ആർട്ട് വളരെ ഡീറ്റെയിൽ ആണ്. ആർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ആർട്ടാണ് അല്ലെ. ആർട്ട് എന്ന് പറയുമ്പോൾ പെയിന്റിങ് വരും, ഡാൻസ് വരും, മ്യൂസിക് വരും. ആർക്കിടെക്ചർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ തിയേറ്റർ ഫോംസ് വരും, പപ്പട്രി വരും.
ഓക്കെ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എന്തൊക്കെ ഉണ്ടാക്കാൻ നാട്ടിൽ ഉൾപ്പെടുത്താം. അപ്പൊ അത്ര ഡീറ്റെയിൽ ആയിട്ട് അത്. അപ്പൊ ഓരോന്നും എന്ത് ചെയ്യണം. ഇപ്പൊ ആർക്കിടെക്ചർ ലിറ്ററേച്ചർ പഠിക്കുകയാണെങ്കിൽ ആൻഷ്യന്റ് മെഡിവൽ മോഡേൺ, ആർക്കിടെക്ചർ പഠിക്കുകയാണെങ്കിൽ നമ്മൾ അതേപോലെ ആൻഷ്യന്റ് മെഡിവൽ മോഡേൺ പഠിക്കും. ഓക്കെ, അതിൽ ടെമ്പിൾ ആർക്കിടെക്ചർ ഉണ്ട്, മറ്റുള്ള ആർക്കിടെക്ചേഴ്സ് ഉണ്ട്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് ആർക്കിടെക്ചർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. കുറച്ചാണ് നമ്മൾ എടുത്തു പോവുക, എടുക്കുന്നത് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ച് വായിച്ച് മുന്നോട്ട് പോവാം. ഓക്കെ, ഒരു ദിവസം ഒരുപാടൊന്നും എടുക്കൂല, കുറച്ചേ എടുക്കുള്ളൂ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, എടുക്കുന്നത് കറക്റ്റ് ആയിട്ട് കഴിയുന്നത് എന്ത് ചെയ്യുക, അതിനെ കൂടെ പഠിച്ചു പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡക്ഷൻ രൂപത്തിൽ പറഞ്ഞപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം. ഇന്ത്യൻ ആർക്കിടെക്ചർ നമ്മൾ തുടങ്ങുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞു പോവാ. വേർഡ് ബൈ വേർഡ് പോയാലും തീരൂല, അങ്ങനെ അറിയാലോ. കുറച്ച് കാര്യങ്ങൾ അറിയുന്നതായിരിക്കും. ആർക്കിടെക്ചർ എന്ന് പറയുന്ന നമുക്കറിയാം ഇതൊരു മോഡേൺ ആയിട്ട് ഉണ്ടായ സംഗതിയൊന്നുമല്ല, മുമ്പേ ഉള്ള ഒരു സംഗതിയാണ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് അല്ലെ. പിന്നെ അപ്പൊ അത് ഏറ്റവും പഴയ കാലഘട്ടത്തിൽ തന്നെ അത് ചെറിയ നിർമ്മിതി ആവട്ടെ, പിന്നെ കുറച്ചു കാലമേ വലിയ വലിയ നിർമ്മിതികൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. മനുഷ്യൻ എന്താണ് ഗുഹകളിൽ താമസിക്കുന്ന സമയം മുതലേ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ആർക്കിടെക്ചർ ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കാം. ആർക്കിടെക്ചർ എന്ന് പറയുന്നത് നീഡ്സ് വേണം, ഇമാജിനേഷൻ, കപ്പാസിറ്റീസ്, അങ്ങനെ എല്ലാം കൂടി കൂടുമ്പോൾ ഒരു ആർക്കിടെക്ചർ ആണ്. വെറുതെ ഉണ്ടാക്കിയുണ്ടാവില്ല. അതിന് നമുക്കൊരു ഐഡിയ ഫസ്റ്റ് ഇമാജിൻ ചെയ്യണം, എന്തുണ്ടാക്കണം, അതിനെ കുറിച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ആർക്കിടെക്ചറും സ്കൾപ്ചറും കേട്ടിട്ടുണ്ടാവും. രണ്ടും ഒന്നല്ല, രണ്ടും വ്യത്യാസമുണ്ട്. സ്കൾപ്ചർ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞ ഒരു ആർക്കിടെക്ചർ ആണ്. ആ വ്യത്യാസം എന്ത് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ അതിന് ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് ഒക്കെയാണ് നമുക്ക് വരുന്നത്. പല മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നുണ്ട്. സ്കൾപ്ചേഴ്സ് എന്ന് പറയുന്നത് 3D വർക്കാണ്. ഓക്കെ, ഒരു വൺ പീസ് ഓഫ് മെറ്റീരിയൽ, സിംഗിൾ പീസ് ഓഫ് മെറ്റീരിയൽ ഉണ്ടാക്കുന്ന ഒരു 3D വർക്കാണ് സിമിലർ പറഞ്ഞ സ്കൾപ്ചർ. ബുദ്ധന്റെ സ്കൾപ്ചർ, ഇപ്പം കൃഷ്ണന്റെ സ്കൾപ്ചേഴ്സ് ഒക്കെ നമുക്ക് കണ്ടിട്ടുണ്ടാവും അല്ലേ. അതിൽ ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ ഒക്കെ വേണം കേട്ടോ. അത് ജസ്റ്റ് പറഞ്ഞോളൂ. നമുക്ക് ഇനി ആർക്കിടെക്ചറിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം. നമുക്ക് പഠിക്കാനുള്ള ആർക്കിടെക്ചർ നമുക്ക് എന്ത് ചെയ്യാം, പ്രധാനമായിട്ടും 3 ആക്കി ഡിവൈഡ് ചെയ്യാം. ഇങ്ങനെ സ്ട്രക്ചേർഡ് ആക്കി പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനും ഓർത്തിരിക്കാനൊക്കെ ഈസി ആയിരിക്കും കേട്ടോ. അതൊരു ആ രീതിയിൽ ആണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 3 ആക്കി ഡിവൈഡ് ചെയ്യാം. ഇന്ത്യൻ ആർക്കിടെക്ചർ ഒന്ന് ആൻഷ്യന്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആർക്കിടെക്ചർ, രണ്ടാമതായിട്ട് മെഡീവൽ, 3 മോഡേൺ. ഓക്കെ, മെഡീവൽ, മോഡേൺ. ഇതിൽ ആൻഷ്യന്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആൻഷ്യന്റ് എന്ന് പറയുമ്പോൾ പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടം മുതൽ മെഡീവൽ വരെ, അപ്പൊ ഡൽഹി സുൽത്താനറ്റ് വരുന്നത് വരെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആൻഷ്യന്റ് കാലഘട്ടമായിട്ട് വേണമെങ്കിൽ പറയാം. അപ്പൊ അതിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഹാരപ്പ പഠിക്കാനുണ്ട്. നമുക്ക് ഇന്ന് ഹാരപ്പ നോക്കണം. മൗര്യൻ ആർട്ട് പഠിക്കാനുണ്ട്, പോസ്റ്റ് മൗര്യൻ ആർട്ട് പഠിക്കാനുണ്ട്, ഗുപ്ത ആർട്ട് പഠിക്കാനുണ്ട്. സൗത്ത് ഇന്ത്യയിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന കുറച്ച് ആർട്ടുകൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, എടുത്തതിൽ പഠിക്കാനുണ്ട്. ഓക്കെ, ഇന്ത്യൻ ആർക്കിടെക്ചർ കേട്ടോ. ക്ലിയർ ആണല്ലോ പഠിക്കാനുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ ഇങ്ങനെ സ്ട്രക്ചർ ആക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോഴൊക്കെ ഒന്നുകൂടി ഈസിയാണ്, ഓർത്തിരിക്കാനും ഈസിയാണ്. ആൻഷ്യന്റിൽ മെഡീവലും പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഡൽഹി സുൽത്താനേറ്റ്, മുഗൾ പീരീഡ്. ഡൽഹി മുഗളായിട്ട് നമുക്ക് മെഡീവലെ ഡിവൈഡ് ചെയ്യാം. മോഡേൺ ഇന്ത്യ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഇന്ത്യ ഗോത്തിക്ക്, നിയോ റോമൻ, അത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ബ്രിട്ടീഷും ഫ്രഞ്ചും ഇവിടെ ഉണ്ടായിരുന്നത്. ഇതൊക്കെയാണ് നമുക്ക് അതിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് പോകുന്നത് ആൻഷ്യന്റിലെ ഹാരപ്പയിലേക്കാണ്. ഹാരപ്പയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് ഇവിടെ ഫ്രീ ക്ലാസ് നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത് കണ്ടുകൊണ്ട് പഠിക്കാം. ഇനി അതല്ല, ഇതൊക്കെ കുറച്ചുകൂടി ഡെപ്തിലോട്ട് പഠിക്കണം, ലൈവായിട്ട് ഇപ്പൊ സൂമിലൂടെ ലൈവായിട്ട് കൊണ്ട് നിങ്ങൾക്ക് പഠിക്കണം, ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് ഇന്ററാക്ട് ചെയ്ത് പഠിച്ച് മെന്ററിങ്ങോട് കൂടി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ പ്ലസ് PCM പ്രോഗ്രാം ഉണ്ട് കേട്ടോ. ഒരു സ്പെഷ്യൽ ഓഫറിന്റെ ഭാഗമായിട്ട് ജോയിൻ ചെയ്യുന്ന പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്ന ഒരു 10 കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്. 10 കുട്ടികൾ 15 കഴിഞ്ഞു, അതുകൊണ്ടാണ്. അഥവാ 54,000 രൂപ വരുന്ന പ്രോഗ്രാം 16,000 രൂപക്ക് ഇൻക്ലൂഡിംഗ് GST ജോയിൻ ചെയ്യാനുള്ള അവസരം ഉണ്ട്. ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആയ ആളുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റിന് കൂടെ ഞാൻ പറയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലൊക്കെ നിങ്ങൾ ഫ്രീ ആയി പഠിക്കാണ്, മറ്റൊരു ആൾക്ക് നിങ്ങൾ കുറച്ച് ചെറിയ പേയ്മെന്റ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അഥവാ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് 8590840250 എന്നുള്ള നമ്പറിൽ ഒന്ന് ബന്ധപ്പെടാവുന്നതാണ്. വാട്സപ്പിൽ അയച്ചു കഴിഞ്ഞാൽ അതിന് കൂടുതൽ ഡീറ്റെയിൽസും പ്രൊഫഷണൽ കാര്യങ്ങളൊക്കെ അറിയാം. ഡൗട്ട്സ് ഓക്കെ ആണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഫ്രീ ക്ലാസ്സിൽ നമ്മൾ ഒരുവിധ കാര്യങ്ങളൊക്കെ പറയും കേട്ടോ. പക്ഷെ എന്തായാലും കുറച്ചും സബ്ജക്റ്റിലേക്ക് കുറച്ച് ഡെപ്തിലോട്ട് എന്തായാലും പോകേണ്ടി വരുമല്ലോ. നിങ്ങൾ സ്വയം പോയെങ്കിൽ അങ്ങനെ മതി, പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു ക്ലാസ്സോട് കൂടി പോകാം, ചെറിയൊരു പേയ്മെന്റ് ഒക്കെ നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ അത് എന്ത് ചെയ്യാം, പേ ചെയ്തുകൊണ്ട് പഠിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ഓഫ് ഇൻഡസ് വാലി ആണ് നമ്മൾ ഫസ്റ്റ് വരാൻ പോകുന്നത്. ആൻഷ്യന്റ് ഇന്ത്യയിൽ ഞാൻ പറഞ്ഞു, ആൻഷ്യന്റ് ഇന്ത്യയിൽ ഇൻഡസ് വാലി, പോസ്റ്റ് മൗര്യൻ തുടങ്ങിയിട്ട് പ്രീ മൗര്യൻ പീരീഡ് ഒക്കെ. ഇൻഡസ് വാലി നിങ്ങൾക്ക് അറിയാം. ഇൻഡസ് വാലി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഏകദേശം ഇവിടെ 4000 BC മുതൽ ഒരു 1500 BC വരെ ഇവിടെ ഉണ്ടായിരുന്ന 4000 അല്ലെങ്കിൽ 1500 BC മുതൽ ഉണ്ടായിരുന്ന ഒരു വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ ആയിരുന്നു ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഇതിനെ ഇൻഡസ് വാലി എന്ന് പറയുന്നത് ഇൻഡസ് റിവറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഇതിന് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നും. ഹാരപ്പയാണ് ഇതിൽ ഫസ്റ്റ് കണ്ടത് സൈറ്റ്, അതുകൊണ്ട് ഇതിനെ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. അവിടുത്തെ ആർട്ട് എങ്ങനെയായിരുന്നു, ഇൻഡസ് വാലി സിവിലൈസേഷൻ, അവന്റെ പൊളിറ്റി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നീട് പഠിക്കും കേട്ടോ, ആൻഷ്യന്റ് ഹിസ്റ്ററിയിൽ ഒന്നും പഠിക്കും. അപ്പൊ ഈ ഒരു സെക്കൻഡ് ഹാഫ് ഓഫ് 3rd മില്ലേനിയത്തിലാണ് ഇത് ഏകദേശം ഡെവലപ്പ് ആവുന്നത്.
ഇതിലെന്ത് ചെയ്യുന്നുണ്ട്, ആർക്കിടെക്ചർ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പല സൈറ്റുകളൊന്നും കണ്ടെത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട സൈറ്റുകൾ ഹാരപ്പ, മൊഹൻജദാരോ, റോപ്പാർ, കാലിബംഗൻ, ലോത്തൽ, റാങ്പൂർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല സൈറ്റുകളിൽ നിന്നും അവരുടെ ആർക്കിടെക്ചറിന്റെ റിമൈനിങ്സ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. ഹാരപ്പയില് ഇന്ന് കാണുന്നവർ വലിയ ടെമ്പിളോ ബിൽഡിംഗോ ഒന്നും ഇല്ല, പക്ഷെ എങ്കിൽ കൂടി അവരുടേതായ അന്നത്തെ കാലഘട്ടത്തിന്റേതായ രീതിയിലുള്ള ഒരുപാട് ആർക്കിടെക്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്കൾപ്ചേഴ്സും സീലും പോട്ടറിയും ജ്വല്ലറിയും ടെറാക്കോട്ട ഫിഗേഴ്സും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആർട്ടിൽ ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് വരാം. ഹാരപ്പന്റെ ജസ്റ്റ് നമുക്ക് മാപ്പ് ഒന്ന് നോക്കാം ഫസ്റ്റ്. ഹാരപ്പ ഇന്ത്യന്റെ വെസ്റ്റേൺ ഭാഗത്തിലാണ് ഇന്ത്യ ഉള്ളത്. ഗുജറാത്ത് അല്ലെ, ഗുജറാത്ത് ഇന്നത്തെ പാകിസ്ഥാനിലും കൂടി ഉള്ളതുകൊണ്ടാട്ടോ, ബോർഡറാണ്. ഇതാണ് ഹാരപ്പൻ സൈറ്റ്. ഇവിടെ ഇൻഡസ് റിവർ ഏകദേശം ഇവിടെ ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ ജമ്മു കാശ്മീരിലൊക്കെ പോയിട്ട് പാകിസ്ഥാനിലൂടെ ഇങ്ങനെ പോവാണ്. അപ്പൊ ഇൻഡസ് റിവർ അതിന്റെ ട്രിബ്യൂട്ടറീസ് ജലം, ചിനാബ്, രാവി, ബിയാസ്, സത്ലജ് തുടങ്ങിയ ഒരുപാട് ട്രിബ്യൂട്ടറീസ് ഉണ്ട്. ഇതിനൊക്കെ ബന്ധപ്പെടുത്തിയാണ് ഇത് കിടക്കുന്നത് ഉണ്ടോ. അപ്പൊ ഇവിടെ ഉള്ള ഇതാണ് ഹാരപ്പ ഉണ്ടോ. മോഹൻജദാരോ, കോട്ട് ഡിജി, കാലിബംഗ രാജസ്ഥാനിലാണ്. റോപ്പാറ്, ബനവലി, രാഗ്ഗർഹി, ബൈരാന, ധോളവീര വളരെ ഇമ്പോർട്ടന്റ്. ധോളവീര നോക്കി വെക്കണം, യുനെസ്കോ സൈറ്റുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ധോളവീര കേട്ടോ. നോക്കി വെക്കണേ, യുനെസ്കോന്റെ 42 സൈറ്റുകൾ ഏതൊക്കെയാണ് ഇന്ത്യയിൽ ഉള്ളത് എന്നുള്ളത് നോക്കി വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ലോത്തൽ ഇതൊക്കെ ഇന്ത്യയിലുള്ള സൈറ്റുകളുണ്ട്, പാകിസ്ഥാനിൽ ഇപ്പോൾ കറണ്ട് പാകിസ്ഥാനിലുള്ള സൈറ്റുകൾ ഒരുപാടുണ്ട്, നോക്കി വെക്കുക. മാപ്പ് കൂടി ഇതിൽ പറയുന്നുണ്ടോ. ഇതൊക്കെയാണ് ഹാരപ്പൻ സൈറ്റ്. മേജർ സൈറ്റും മൈനർ സൈറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. ആണ് ഇപ്പോൾ ഇൻഡസിനെ ചുറ്റിപ്പറ്റിയാണ് ഇതുള്ളത്. അതാണ് ഇത് ഇൻഡസ് സിവിലൈസേഷനുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഈ സൈറ്റുകൾ ഇതിന്റെ മാപ്പ് നോക്കി വെക്കുക. ഇന്ത്യയിലുള്ള സൈറ്റ്, ഏറ്റവും നോർത്തിൽ വരുന്ന സൈറ്റ്, ഏറ്റവും സൗത്തിൽ, ഏറ്റവും വെസ്റ്റിൽ, ഏറ്റവും ഈസ്റ്റിൽ വരുന്ന സൈറ്റുകൾ ഏതൊക്കെയാണ് നോക്കി വെക്കുക. ഇതിൽ ഇന്ത്യയിലുള്ള സൈറ്റുകൾ ഏതൊക്കെ സ്റ്റേറ്റ്സിലാണ് ഇന്ത്യയിൽ വരുന്നത്, രാജസ്ഥാൻ, ഗുജറാത്ത് തുടങ്ങിയിട്ടുള്ള പഞ്ചാബ്, ഓരോരോ സൈറ്റ് ഇന്ത്യ ഏതൊക്കെ സംസ്ഥാനങ്ങൾ വരുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിന്റെ കൂടെ നോക്കി വെക്കണം കേട്ടോ. അപ്പൊ ഇവിടുന്ന് കിട്ടിയിട്ടുള്ള ഇവിടുത്തെ ആർട്ട് നമുക്ക് ഏതൊക്കെ നോക്കാം. ആർക്കിടെക്ചർ വരാം. ഇവിടുത്തെ ആർട്ട് ഒന്ന് കിട്ടിയിട്ടുള്ളത് സ്റ്റോൺ സ്റ്റാറ്റ്യൂട്ട് ആണ് കിട്ടിയിട്ടുള്ളത്, സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഹാരപ്പയെന്നും മോഹൻജദാരോ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് കിട്ടിയിട്ടുണ്ട്. മോഹൻജദാരോ 2 സൈറ്റുകളാട്ടോ, ഹാരപ്പ, മോഹൻജദാരോ. ഈ 2 സൈറ്റിൽ നിന്നും സ്റ്റോൺ സ്റ്റാറ്റ്യൂട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവിടുത്തെ 3 ഡയമെൻഷൻ വോളിയത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഇത് പറയാൻ പറ്റും കേട്ടോ. അതിൽ എക്സാമ്പിൾസ് രണ്ടെണ്ണം നോക്കി വെക്കാം. ഓക്കെ, ഒന്നാമത്തെ ബിയേർഡഡ് മാൻ ആണ്. ബിയേർഡഡ് മാൻ ഉണ്ട് ഈ കാണുന്ന ഫോട്ടോ തന്നെ. ആരൊക്കെയുള്ള ഒരാളുണ്ടല്ലോ, എന്തോ ഒരു ദൈവത്തിന് ബന്ധപ്പെട്ട ആവാം എന്നൊക്കെ കരുതുന്നുണ്ട്. അതിൽ മോഹൻജദാരോ എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എവിടുന്നാണ്? മോഹൻജദാരോ. സ്റ്റേറ്റേജോടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിനെ ഒരു പ്രീസ്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലാതെ രേഖകളൊന്നും ഇല്ല അത് പ്രീസ്റ്റ് ആണെന്ന്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇതൊരു പ്രീസ്റ്റ് ആവാം എന്നുള്ള കൺസിഡർ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ മതവിശ്വാസം ഉണ്ടായിരുന്നു, റിലീജിയൻ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ശരിയാണ്. പക്ഷെ റിലീജിയന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടോ ചോദിച്ചില്ല കേട്ടോ. അതേസമയത്ത് ടെമ്പിൾസ് ഉണ്ടോ ചോദിച്ചാൽ അതുമില്ല. UPSC പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഹാരപ്പയില് വലിയ വലിയ ടെമ്പിൾസ് ഒക്കെ ഒരുപാടുണ്ട്, സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അങ്ങനെ ടെമ്പിൾസിന് എവിഡൻസ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ചെറിയ ചെറിയ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്, പക്ഷെ ടെമ്പിൾസിന് എവിഡൻസും നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പൊ ബിയേർഡഡ് മാൻ കിട്ടിയിട്ടുള്ളത് മോഹൻജദാരോ എന്നാണ്. സ്റ്റേറ്റേറ്റോനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ അതിനെ പ്രീസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഹാഫ് ക്ലോസ്ഡ് ആയിട്ട്, ബിയേർഡഡ് ഉണ്ട്, ഒരു കൈ പോയതായിട്ടൊക്കെ അങ്ങനെയൊക്കെയാണ് ഇത് കാണപ്പെടുന്നത് കേട്ടോ. ജസ്റ്റ് വായിച്ചാൽ മതി. ഓക്കെ, അതിന്റെ പ്രത്യേകത. ഓക്കെ, ഉള്ള സംഗതിയാണ് ടോർസോ ഓഫ് മാൻ. ഇതാണ് സംഗതി, ടോർസോ. ഇത് ഹാരപ്പ എന്നാണ്. ബിയേർഡഡ് മാന് മോഹൻജദാരോ എന്നാണെങ്കിൽ ഇത് ഹാരപ്പ എന്നാണ്. അത് മാറിപ്പോയത്. ഏത് സൈറ്റിൽ നിന്നാണ് കിട്ടിയത് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ഉണ്ടാവാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അത് സോക്കറ്റ് ഹോൾസ് ഒക്കെ കാണാൻ പറ്റും, നെക്കിലും ഇവിടെ കണ്ടോ. ചിലപ്പോ അങ്ങനെ കുടുക്കി വെച്ചതൊക്കെ ആവാം. ഓക്കെ, അപ്പൊ അതേതായാലും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അറിഞ്ഞിരിക്കുക, റെഡ് സാൻഡ്സ്റ്റോൺ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ടോർസോ ഹാരപ്പ എന്നാണ് കിട്ടിയിട്ടുള്ളത്. സോക്കറ്റ് ഹോൾസോ കാണാൻ പറ്റുന്നുണ്ട്. റെഡ് സാൻഡ്സ്റ്റോൺ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതാണ് 2 സ്റ്റേറ്റേറിയൻ ഉണ്ടാക്കിയിട്ടുള്ള ടോർസോ ഓഫ് മാനും ബിയേർഡഡ് മാനും. ഒന്ന് ഹാരപ്പയെന്നും ഒന്ന് മോഹൻജദാരോ അറിഞ്ഞിരിക്കാം. രണ്ടാമതായിട്ട് അവിടുത്തെ നോക്കേണ്ടത് ബ്രോൺസ് കാസ്റ്റിങ്ങിന് ഭയങ്കര ഫേമസ് ആയിരുന്നു ഹാരപ്പ. ബ്രോൺസ് കൊണ്ട് ഉണ്ടാക്കിയുള്ള പല വസ്തുക്കളും അവരുപയോഗിച്ച ടെക്നിക്ക് ലോസ്റ്റ് വാക്സ് ടെക്നിക്കാണ്. ലോസ്റ്റ് വാക്സ് ടെക്നിക്ക് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്, തമിഴ്നാട്ടിൽ പല സ്ഥലങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ഒരു വാക്സ് ഫിഗർ ഉണ്ടാക്കും, എന്നിട്ട് അതെന്ത് ചെയ്യും, ക്ലേ കൊണ്ട് കവർ ചെയ്യും. ഓക്കെ, ഒരു വാക്സ് ഉണ്ടാക്കേണ്ട ഒരു സാധനം ഇതാണ് ഇപ്പൊ ഉണ്ടാക്കേണ്ടത്. ഇത് വാക്സ് കൊണ്ട് ഉണ്ടാക്കും, ഇതിനെ ക്ലേ വെച്ച് കവർ ചെയ്യും.
എന്നിട്ട് ആ ക്ലേ വെച്ച് കവർ ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇവിടെയുള്ള വാക്സ് ഹീറ്റ് ചെയ്ത് ഒഴിവാക്കും. എന്നിട്ട് ആ ഗ്യാപ്പിലോട്ട് എന്ത് ചെയ്യും, മെൽറ്റ് ചെയ്ത് ഇതായിട്ട് അത് ചൂടാറി കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ ആ ക്ലേഡ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവേണ്ട വസ്തു എന്താണോ കിട്ടും. നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം കേട്ടോ, അതുപോലെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒന്ന് രണ്ട് ഫിഗേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഏത്, ഡാൻസിങ് ഗേൾ. എന്താണ് ഡാൻസിങ് ഗേൾ? ഈ കാണുന്ന തന്നെയാണ് ഡാൻസിങ് ഗേൾ. ഒരു ഹൈ കോപ്പർ ഫിഗർ ആണ് ഡാൻസിങ് ഗേളിന്റെ. ഇത് കിട്ടിയിട്ടുള്ളത് വളരെ അടിപൊളിയല്ലേ, മോഹൻജദാരോ എന്നാണ് കിട്ടിയിട്ടുള്ളത്. അറിഞ്ഞിരിക്കണേ, മോഹൻജദാരോ. ഓക്കെ, ലോങ് ഹെയർ ഒക്കെ കാണാൻ പറ്റും, ബാംഗിൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, കയ്യിലും കാലിലും അല്ല കയ്യിലും കഴുത്തിലൊക്കെ ആഭരണങ്ങളൊക്കെ ഒരുപാട് ധരിച്ചിട്ടുണ്ട്, ഓർണമെന്റ്സ് ഒക്കെ. അപ്പൊ അന്ന് ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, നമുക്ക് അമ്മ അങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് കേട്ടോ. ലാർജ് ഐസ് ആൻഡ് ഫ്ലാറ്റ് നോസ് ഒക്കെ പ്രത്യേകത. ഓക്കെ, ഇത് നിൽക്കുന്ന ഒരു പോസ്റ്റർ ത്രിഭംഗ പോസ്റ്ററിലാണ്, അത് അറിഞ്ഞിരിക്കാം. ക്ലിയർ ആണോ? അപ്പം ഡാൻസിങ് ഗേൾ ബ്രോൺസ് ഉണ്ടാക്കിയുള്ളതാണ് ഡാൻസിങ് ഗേൾ. അതിന്റെ ഫീച്ചേഴ്സ് നോക്കി വെച്ചാൽ മതി. പിന്നെ മറ്റൊന്നാണ് ബ്രോൺസ് ബുൾ, അതും ഇതുണ്ടാക്കിയുള്ളതാണ്. അത് കിട്ടിയിട്ടുള്ളത് മോഹൻജദാരോ തന്നെയാണ്. ഓക്കെ, അനിമൽ നിൽക്കുന്നതായിട്ടൊക്കെയാണ് കാണുന്നത്. ഓക്കെ, അതാണ് മറ്റൊരു രണ്ടാമത്. ഇത് രണ്ടുമാണ് ബ്രോൺസിലുള്ള നമുക്ക് അവിടുത്തെ എക്സാമ്പിൾസ് ആയിട്ട് എന്ത് ചെയ്യാം, പറയാൻ പറ്റുന്നത്. ക്ലിയർ ആണോ? അപ്പൊ സ്റ്റോൺ സ്റ്റാറ്റ്യൂട്ട് പറഞ്ഞു, ബ്രോൺസ് പറഞ്ഞു. ഓക്കെ, ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു. പിന്നെ നിങ്ങൾ ഓൾറെഡി ഇപ്പൊ ഫ്രീ ക്ലാസ് കണ്ടൊക്കെ പോകാൻ ആഗ്രഹിക്കുകയാണ്. അതേസമയം അതിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു മെന്റർ വേണം. നിങ്ങൾക്ക് ഒരു ഇൻഡിവിജ്വൽ മെന്റർഷിപ്പിൽ നിങ്ങളുടെ പഠനം വ്യക്തമായി ട്രാക്കിലൂടെയാണോ പോകുന്നതെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഒരു മെന്റർ വേണം. അല്ലെങ്കിൽ ഒരാൾ ഇപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, ഇപ്പൊ പഠിക്കുന്നുണ്ട് കുറച്ചും പഠിത്തം നിന്ന് പോവുക, ആ ഒരു എന്താ പറയാ എനർജി മോട്ടിവേഷൻ എത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത പ്രശ്നങ്ങൾ പല ആളുകൾക്കും ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മെന്റർ സഹായത്തോടു കൂടി എന്ത് ചെയ്യാം, പഠനം മുന്നോട്ട് കൊണ്ടുപോകാം. നിങ്ങൾ ഒരു ഇൻഡിവിജ്വൽ മെന്ററാണ്, വൺ ടു വൺ മെന്ററിംഗ് ആണ്. നിങ്ങളുടെ പഠനം ഓരോ സമയത്തും വിലയിരുത്തി ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി പഠിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞെന്ന് ടാർഗറ്റ് പ്രൊവൈഡ് ചെയ്ത് നിങ്ങൾക്കൊരു പ്ലാനിങ്ങും സ്ട്രാറ്റജിയും തയ്യാറാക്കി നിങ്ങളെ കറക്റ്റ് മോണിറ്ററിംഗ് ചെയ്ത് കൊണ്ടുപോകുന്ന പ്രോഗ്രാമാണ് ഇൻഡിവിജ്വൽ മെന്ററിംഗ് പ്രോഗ്രാം, IMP എന്ന് പറയും. വൺ ടു വൺ മെന്ററിംഗ് ആണ്. അതിൽ ആൻസർ റൈറ്റിംഗ് വരുന്നുണ്ട്, ഇൻഡിവിജ്വൽ ഫീഡ്ബാക്ക് വരുന്നുണ്ട്. കംപ്ലീറ്റ് സിലബസ് പ്രത്യേക സ്ട്രാറ്റജി ഉപയോഗിച്ച് ഓരോ ടാർഗറ്റ് ഓറിയന്റഡ് ആയിട്ട് കവർ ചെയ്യും. നിങ്ങൾക്ക് മോട്ടിവേഷനും കാര്യങ്ങളും സപ്പോർട്ടൊക്കെ എല്ലാ സമയത്തും ഉണ്ടാവും. മെറ്റീരിയൽസും അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചില ക്ലാസ്സുകളും ക്ലാസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അതിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം കേട്ടോ. 8590840250. കൂടുതൽ അറിയണം എന്നിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഫസ്റ്റ് ഒരു മെന്റർഷിപ്പ് ഒക്കെ നടത്തി നോക്കിയിട്ടൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ശരി, അപ്പൊ അതാണ് രണ്ടാമത്തെ ബ്രോൺസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയേണ്ടത്. മൂന്നാമത്തത് അവിടുത്താണ് ടെറാക്കോട്ട ഫിഗേഴ്സ്. ഒരുപാട് കളിമണ്ണുകൊണ്ടുള്ള ഒരുപാട് വസ്തുക്കൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് അനിമൽ ഫിഗേഴ്സും ഒക്കെ നമുക്ക് ഉണ്ടാക്കാറ്റും. അതിൽ ഒന്നാമത്തെ മദർ ഗോഡസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഒരുപാട് ടോയ് കാർഡ്സുകളൊക്കെ എന്ത് ചെയ്തിട്ട് അവർ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. പല സ്ഥലങ്ങളിലും അത് നമുക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ട്, പല സൈറ്റുകളും കിട്ടിയിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഏത്, മദർ ഗോഡസ്. മദർ ഗോഡസ് കിട്ടിയിട്ടുള്ളത് മോഹൻജദാരോ എന്നാണ്. ഓക്കെ, ഏത് സൈറ്റിൽ നിന്നാണ്, മോഹൻജദാരോ. അത് അറിഞ്ഞിരിക്കാം. ഒരു ക്രൂഡ് സ്റ്റാൻഡിങ് ഫീമെയിൽ ഫിഗർ ആണ്, കാണാൻ പറ്റില്ല. ലൈൻ ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതാണ് മദർ ഗോഡസ്, ടെറക്കോട്ട ഫിഗേഴ്സ്. ഓരോന്നിന് എക്സാമ്പിൾ ആണ് പഠിക്കേണ്ടത് കേട്ടോ. എവിടുന്ന് കിട്ടിയെന്ന് അറിഞ്ഞിരിക്കാം. മെയിൻ ഫീച്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കി വെക്കാം. ഓക്കെ, ക്ലിയർ ആണോ അത്? പിന്നെ അവിടുന്ന് കിട്ടിയുള്ള മറ്റൊരു സാധനമാണ് സീലുകൾ. ഇപ്പൊ ഒരുപാട് സീലുകൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഹാരപ്പയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഹാരപ്പയിൽ വളരെ ഇമ്പോർട്ടന്റ് സംഗതിയാണ് സീല്, ഹാരപ്പൻ സീല്. ട്രേഡിന് വേണ്ടിയൊക്കെയാണ് അവർ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. സ്റ്റെറ്റോനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒക്കേഷണലി ചേട്ടും കോപ്പറൊക്കെ ഉപയോഗിച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, വേറെ വിഷയം. പിന്നെ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്, ഒരുപാട് അനിമൽസ് നമുക്ക് അതിൽ കാണാൻ പറ്റും. യൂണിക്കോൺ ബുള്ള്, റൈനോസേഴ്സ്, ടൈഗർ, എലിഫന്റ്, ബിസൺ, ഗോട്ട്, ബഫലോ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് അനിമൽസ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന് കിട്ടിയിട്ടുണ്ട്. മെയിൻലി ഇത് കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയാണ് ഉപയോഗിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. കച്ചവടം ചെയ്യുമ്പോൾ ഒരു സാധനം മറ്റൊരു നാട്ടിലേക്ക് അയക്കുമ്പോൾ ഒരു സീൽ ചെയ്ത് അയക്കാം. അപ്പൊ ആ സീൽ പൊട്ടിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാണ്, ആരും അത് എന്ത് ചെയ്യാൻ വൈമൊന്നും എടുത്തിട്ടില്ല എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, പല പ്രധാനമായിട്ട് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. മറ്റുള്ള പല പർപ്പസിനും ഉണ്ടായിട്ടുണ്ടാവും, എങ്കിലും മെയിൻ പർപ്പസ് കൊമേഴ്ഷ്യൽ തന്നെയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പല സീലുകളും മറ്റുള്ള പല രാജ്യത്തും കണ്ടെത്തിയിരുന്നു. അങ്ങനെ ആ രാജ്യങ്ങളായിട്ടൊക്കെ ട്രേഡ്
ഉണ്ടായിരുന്നൊക്കെ മനസ്സിലാക്കുന്ന അങ്ങനെ കേട്ടോ. പിന്നെ പൊതുവെ അതിൻ്റെതായ 22 സ്ക്വയർ ഇഞ്ചിലാണ് പ്രധാനമായിട്ടും സീൽ ഉള്ളത്. അതിൽ സ്ക്രിപ്റ്റ് ഉണ്ട്, ഇത് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. കൂടുതലായിട്ട് ഉണ്ടായിരുന്ന അനിമൽ എന്ന് പറയുന്നത് ബുൾ തന്നെയാണ്. ഓക്കെ, മറ്റൊരു പല അനിമൽസും ഉണ്ട് കേട്ടോ. പിന്നെ എലിഫന്റും ടൈഗറും ഗോട്ടൊക്കെ ഉണ്ട്. ട്രീസും ഹ്യൂമൻ ഫിഗേഴ്സും ചില സമയത്ത് കാണാൻ പറ്റും കേട്ടോ. അത് അവിടുത്തെ സീല് ഭയങ്കര, അവിടുത്തെ മൈൻസ് ഒക്കെ പറയുന്ന സമയത്ത് സീല് മെൻഷൻ ചെയ്യാതെ പോകരുത്. ഓക്കെ, പെട്ടെന്നാണ് പശുപതി, അതിൽ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നതാണ് പശുപതി സീല്. പശുപതി സീല് സ്റ്റെറ്റേറിയനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് കിട്ടിയിട്ടുള്ളത് മോഹൻജദാരോ എന്നാണ് കിട്ടിയിട്ടുള്ളത്, അറിഞ്ഞിരിക്കാം. ഹ്യൂമൻ ഫിഗർ സീറ്റഡ് ക്രോസ് ലെഗ്ഡ് ആയിട്ട് ഇരിക്കുന്ന പോലെയാണ് നമുക്ക് കാണപ്പെടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒരുപാട് അനിമൽസ് അതിലുണ്ട്. ഒരു എലിഫന്റും ടൈഗറും ഉണ്ട് റൈറ്റ് സൈഡിൽ, റൈനോസറും ബഫലും ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ, 2 ആന്റിലോപ്പും കാണാൻ പറ്റും. ഇതിൽ കാണപ്പെടുന്ന അനിമൽസ് ആണ്. ക്ലിയർ ആണോ? സീലില് നമ്മൾ നോക്കേണ്ട, പശുപതി സീലും ഒരു ദൈവികമായ ഇതാന്നൊക്കെ കരുതപ്പെടുന്നുണ്ട് കേട്ടോ. പശുപതി സീല് അല്ലെങ്കിൽ മെയിൽ ഡേറ്റ്. ക്ലിയർ ആണോ? അടുത്ത അവരുടെ ഉണ്ടായിരുന്നാണ് പോട്രി. ഇൻഡസ് വാലിയിൽ പോട്രിയിലും ഭയങ്കര ഫേമസ് ആയിരുന്നു. വെരി ഫൈൻ വീൽ മെയ്ഡ് പോട്രീസ് ആയിരുന്നു അവർ ഉണ്ടാക്കിയിരുന്നത്. പ്ലെയിൻ പോട്രി ആയിരുന്നു കോമൺ എങ്കിൽ കൂടിയും മറ്റുള്ള പോട്രീസും ഉണ്ടായിരുന്നു, ഡിസൈൻ ആയിട്ടുള്ള പോട്രീസും ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതലായിട്ടുണ്ടായിരുന്നത് പ്ലെയിൻ പോട്രി തന്നെയാണ് കേട്ടോ. ബ്ലാക്ക് പെയിന്റഡ് വെയർ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതിൽ ഒരു ഒരു ഇതാണ് എക്സാമ്പിൾ ആണ് ഇത്, പെയിന്റഡ് ജാറ്. അത് മോഹൻജദാരോ എന്നാണ് കിട്ടിയിട്ടുള്ളത് അറിഞ്ഞിരിക്കാം. ഷേപ്പ് എന്ന് പറയുന്നത് അതിന്റെ എന്താണ്, ആൻഡ് കൊടുക്കുന്ന പ്രഷർ ഡിഫറൻസ് വെച്ചിട്ടാണ് ആ ഷേപ്പ് ഉണ്ടാക്കിയെടുത്തുള്ളത്. ഹൈലി പോളിഷിംഗ് ആണ്. ഓക്കെ, ഉള്ളതാണ്. പെയിന്റഡ് 75 കിട്ടിയിട്ടുള്ളത് മോഹൻജദാരോ എന്നാണ്, അത് അറിഞ്ഞിരിക്കാം. മോഹൻജദാരോ ഏറ്റവും പ്രധാനപ്പെട്ട സൈറ്റ് കിട്ടും. പക്ഷെ ഫസ്റ്റ് കിടക്കുന്ന സൈറ്റ് ഹരപ്പ ആയതുകൊണ്ട് ഹരപ്പൻ സിവിലൈസേഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് മോഹൻജദാരോ തന്നെ. പിന്നെ അവിടുന്ന് ഒരുപാട് ബീഡ്സും ഓർണമെന്റ്സും നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്ത്രീകളും പുരുഷന്മാരൊക്കെ എന്ത് ചെയ്തിരുന്നു, ഓർണമെന്റ്സ് ധരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ മോഹൻജദാരോ ലോത്തിൽ നിന്നൊക്കെ കണ്ടെത്തി നെക്ലേസും പല സെമി പ്രീഷ്യസ് സ്റ്റോൺസും കോപ്പർ ബ്രേസ്ലെറ്റ്സും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഗോൾഡ് ഇയറിംഗ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാണ്, പല സാധനങ്ങളും പല സൈറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവര് നിങ്ങളുടെ ബ്യൂട്ടി കോൺഷ്യസ് ആയിരുന്നു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലൊക്കെ ശരിയാണ്. കാരണം എന്താണ്, അതുകൊണ്ടാണ് അതൊക്കെ ഇടുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു സിമെട്രി എന്ത് ചെയ്തിട്ട് നമുക്ക് ഫർമാനയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, ഹരിയാനയിലുള്ള. ഓക്കെ, അവിടെ എന്ന് വെച്ചാൽ ബോഡി എന്താണ് സംസ്കരിക്കുന്ന സമയത്ത് ഓർണമെന്റ്സും കൂടി വെച്ചിട്ടാണ് മനുഷ്യന്മാർ എന്ത് ചെയ്യുന്നത്, അവര് സംസ്കരിച്ചിരുന്നത്. അത് അറിഞ്ഞില്ല. ബീഡ് ഇൻഡസ്ട്രീസ് പല ചിലത് കിട്ടിയിട്ടുണ്ട്, ചാനൂദാരം ലോകത്തുള്ളതൊക്കെ. അവിടെ ബീഡ്സിന് ഒരുപാട് അവശിഷ്ടങ്ങൾ കിട്ടിയ സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് അത് ഒരു ഇൻഡസ്ട്രി ആയിരിക്കാം എന്നുള്ള രീതിയിൽ പറയുന്നത് കേട്ടോ. പല രീതിയിൽ അവർ ഉണ്ടാക്കുന്നുണ്ട്. മോഡൽസ് ഓഫ് അനിമൽസും പലതും അവർ എന്ത് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതാണ് അവിടുത്തെ ആർട്ട് കൾച്ചറുമായി ബന്ധപ്പെട്ട് അറിയേണ്ട കാര്യങ്ങൾ. ബീഡ്സ് ആൻഡ് ഓർണമെന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ പോട്രി, ബ്ലാക്ക് ഇത് സീല്, പശുപതി സീൽ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. പലതരം സീൽ അവരെ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മദർ ഗോഡസിന്റെ ഇതും, അതുപോലെ തന്നെ ടെറാക്കോട്ട ഫിഗേഴ്സ് എക്സാം മദർ ഗോഡസ്, ബ്രോൺസ് കാസ്റ്റിംഗ്, ബ്രോൺസ് ബുള്ളും അതുപോലെ തന്നെ ഡാൻസിംഗ് ഗേളും എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ സെറ്റേറിയൻ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തൊക്കെയാണ്, ബിയഡഡ് സ്റ്റോൺ സ്റ്റാറ്റുഡ് ആയിട്ട് പറയാൻ പറ്റുന്നത് ബിയഡഡ് മാനും അതുപോലെ തന്നെ ടോർസ് ഓഫ് മാനും ആണ്. ക്ലിയർ ആണോ? ഇതൊക്കെയാണ് ഇവിടുത്തെ ആർട്ടുമായി ബന്ധപ്പെട്ട് അറിയേണ്ട കാര്യങ്ങൾ ഹാരപ്പേത്തെ. നമുക്ക് ഇനി അവിടുത്തെ കുറച്ച് സൈറ്റുകൾ നോക്കാം. ഹാരപ്പയുള്ള പ്രധാനപ്പെട്ട സൈറ്റുകൾ അവിടുന്ന് കണ്ടെത്തിയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒരു ടേബിൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലൊക്കേഷൻ, ഓരോ ലൊക്കേഷൻ ഓരോ ഇവിടുന്ന് കണ്ടെത്തിയുള്ളതാണ്. ഹാരപ്പ ഒന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സൈറ്റ് ഹാരപ്പനെയാണ്. റിവർ രാവിന്റെ അടുത്താണ് കേട്ടോ, പഞ്ചാബിലാണ്, പാകിസ്ഥാനിലെ പഞ്ചാബ്. അവിടെ 6 ഗ്രാനറീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എൻട്രൻസ്, ഹൗസിലേക്ക് എൻട്രൻസ് ഒക്കെ സ്ട്രീറ്റിൽ നിന്നൊക്കെ വെച്ച് വിട്ടാണ്. അവർക്ക് പ്രൈവസിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നവരെന്ന് അറിഞ്ഞിരിക്കാം. ഫസ്റ്റ് ടൗൺ എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ടൗൺ ആണ്. ഒരു സിമെട്രി കണ്ടെത്തിയിട്ടുണ്ട്, കഫിനും ബരിയൽ പെയിന്റഡ് പോട്ടറി ക്ലേ കണ്ടെത്തിയിട്ടുണ്ട്. ഫിഗർ ഓഫ് മദർ ഗോഡസ് കിട്ടില്ല അവിടുന്നാണ്. വീറ്റ് ആൻഡ് ബാറിലേക്കാണ് കണ്ടെത്തിയിട്ടുണ്ട് വുഡൻ മോട്ടറിൽ. അത് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാം. ഒരുപാട് കണ്ടെത്തിണ്ട്, പ്രധാനപ്പെട്ട നോക്കിയേക്കാം. ഞാൻ നേരത്തെ എടുത്തു പറഞ്ഞില്ലേ, പ്രത്യേകം പറഞ്ഞത് നോക്കിയിരിക്കാം. പിന്നെ അടുത്താണ് മോഹൻജദാരോ. മോഹൻജദാരോ റിവർ ഇൻഡസിന്റെ അവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. റിവർ ഇൻഡസിന്റെ അവിടെ നിന്നാണ്. ഓക്കെ, പിന്നെ ഇന്നത്തെ പാകിസ്ഥാനിൽ കേട്ടോ.
മൗണ്ട് ഓഫ് ഡെഡ് എന്നുള്ള അർത്ഥമാണ് അതിന് വരുന്നത്. അതുപോലെ തന്നെ ഗ്രേറ്റ് ഇവിടെ കണ്ടെത്തിയ കാര്യങ്ങൾ ഒന്ന് ഗ്രേറ്റ് ബാത്ത്, ഗസ്റ്റ് ഗ്രേറ്റ് ബാത്ത് ഇവിടുന്നാണ്. ഗ്രേറ്റ് ഗ്രാനർ കണ്ടെത്തിയ ഇവിടുന്നാണ്. ഒരുപാട് ബിൽഡിംഗ് കാര്യങ്ങളുണ്ട്. ബ്രോൺസ് ഡാൻസിങ് ഗേൾ കണ്ടെത്തിയ ഇവിടുന്നാണ്, ഇമ്പോർട്ടന്റ് ആട്ടോ. ബിയേർഡഡ് മാൻ കണ്ടെത്തിയ ഇവിടുന്നാണ്. ടെറക്കോട്ട ടോയ്സും സീലും പശുപതി സീലും ഇവിടുന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്, ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയ ഒരു സ്ഥലമാണ് ഏത്, മോഹൻജദാരോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹാരപ്പൻ സൈറ്റ് ആയിരുന്നു മോഹൻജദാരോ എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പറയാം. പിന്നെ ലോത്തല് ഗുജറാത്തിലുള്ള സൈറ്റ് ആണ്, പോർട്ട് ടൗൺ ആണ്. ബോഗ്വ റിവറിന്റെ അടുത്തുള്ളത് ഒരു പോർട്ട് ടൗൺ ആണ്, ഇൻഡസ് വാലിയിലെ പോർട്ട് ടൗൺ. അപ്പോൾ ട്രേഡ് ഒക്കെ നടന്നിരുന്നു, വിദേശ ട്രേഡ് ഒക്കെ നടന്നതാണ് കരുതപ്പെടുന്നത്. മാഞ്ചസ്റ്റർ ഓഫ് ഇൻഡസ് വാലി വില്ലേജേഷൻ എന്ന് പറയാറുണ്ട് കേട്ടോ. ബീഡ് മേക്കിങ്ങിനും ഫാക്ടറീസും കാര്യങ്ങളും ഡോക്കിയാടൊക്കെ നമുക്ക് ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, സിംഗിൾ ഗ്രേവില് ഡബിൾ ബെരിയൽ ഓഫ് മെൻ ആൻഡ് വിമനെ കണ്ടെത്തിയിട്ടുണ്ട്. അടുത്ത ധോളവീര, മറ്റൊരു സൈറ്റ് ആയിരുന്നു ധോളവീര. ഗുജറാത്തിൽ തന്നെയാണ്, റാൺ ഓഫ് കച്ചിലുള്ളത്. ഓക്കെ, ഇതിന്റെ പറ്റി എന്ന് പറയുന്നത് ഒരു സൈറ്റ് 3 പാർട്ടാക്കി ഡിവൈഡ് ഇവിടെ മാത്രമേ ഉള്ളൂ. ഇത് 2 പാർട്ടാണ്, ലോവർ ഹൗസും അപ്പർ സിറ്റാഡലും. ഇവിടെ 3 പാർട്ടായിട്ടുണ്ട്. ചാരിയറ്റ് ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്, ഫിഗർ ഓഫ് ചാരിയറ്റ്. ഓക്കെ, പിന്നെ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കണ്ടിട്ടുണ്ട്, വാട്ടർ ഹാർവെസ്റ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു സൈറ്റ് ആണ്. ഓക്കെ, പിന്നെ വരുന്നതാണ് ചാൻഹുദാരോ, സിന്ധുവിന്റെ അടുത്താണുള്ളത്. ഇൻഡസ് റിവർ സിന്ധുവിലാണ്. ബീഡ് മേക്കിംഗ് ഫാക്ടറിയും ലിപ്സ്റ്റിക്കിന്റെ ഉപയോഗം ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. സിറ്റാഡൽ ഇല്ലാത്ത ഒരേ ഒരു സൈറ്റ് ഇവിടെയാണ്, സിറ്റാഡൽ ഇല്ലാത്ത, അപ്പൊ ഉയർന്നു നിൽക്കുന്ന ഇതല്ല, സിറ്റാഡൽ ഇല്ലാത്ത. ബീഡ് മേക്കർ ഷോപ്സും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. മറ്റൊരു സൈറ്റാണ് കാലിബംഗൻ. കാലി, രാജസ്ഥാനിൽ വെള്ളം കാലിയായി ആലോചിച്ചാൽ മതി. രാജസ്ഥാനിലാണ്, ഗഗർ റിവറിനടുത്ത്. ഗഗർ റിവറിൽ രാജസ്ഥാനിൽ വെള്ളം കാലിയായി ആലോചിച്ചാൽ മതി. ബീഡ് മേക്കിംഗ് കാര്യങ്ങളും ഒക്കെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ രാഗിറി ഹരിയാനയിലാണുള്ളത്. ബരിയൽ ബിറ്റിന്റെ ഇതൊക്കെ ഉണ്ട്. ടെറാക്കോട്ട വീൽസും ടോയ്സും കണ്ടെത്തിയിട്ടുണ്ട്. ലാർജസ്റ്റ് സൈറ്റ് രാഗിറി ആട്ടോ, ലാർജസ്റ്റ്. പിന്നെ സുർക്കോട്ടട ഗുജറാത്തില് ഹോസിന്റെ ബോൺസ് കിട്ടിയ ഇവിടെ നിന്നാണ്. ഒരേ ഒരു സൈറ്റിൽ നിന്നാണ് ഹോസ് കിട്ടിയിട്ടുള്ളത്. ഹോസ് അപ്പൊ ഇല്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ്, ഹോസ് ഉണ്ട്. അങ്ങനെ ഹോസ് സെൻട്രിക് അല്ല, ഹോസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ബനവലി ഹരിയാനയിലാണ്. ബാർലിയും ടെറാക്കോട്ട ഫിഗേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, പ്ലഫിനൊക്കെ. അപ്പൊ കൃഷി കട ഉണ്ടായിരുന്നു പറയപ്പെടാം. ദൈമാബാദ് ഉള്ളത് മഹാരാഷ്ട്രയിലാണ്. ബ്രോൺസ് ചാരിയറ്റിന്റെ ഒരു സ്കൾപ്ചർ കിട്ടിയിട്ടുണ്ട്, അറിഞ്ഞിരിക്കാം. അത് കേരള, ഇതൊക്കെ ഞാൻ പേര് അറിഞ്ഞിരുന്നാണ്. കേരള നദോറോ അല്ലെങ്കിൽ പദ്രി ഗുജറാത്തിലാണ്. കേരളത്തിലായിരുന്നു. മണ്ട ജമ്മു കാശ്മീരിലാണ്, നോർത്ത് മോസ്റ്റ് സൈറ്റ് ആണ്. മേർഗ ബലൂചിസ്ഥാനിലെ പാകിസ്ഥാനിലുള്ള ഏർലിയസ്റ്റ് അഗ്രികൾച്ചർ കമ്മ്യൂണിറ്റിയാണ് പ്രിയ ഹരപ്പൻ സൈറ്റിൽ ഉണ്ടായിരുന്നത്. അമ്രൈ ഇൻഡസ് റിവറിന്റെ അടുത്തുള്ളത്. ആന്റിലോപ്പിന്റെ എവിഡൻസ് കിട്ടിയിട്ടുള്ളത് അമ്രൈ എന്നാണ്. അതാണ് അവിടുത്തെ ആർട്ടുമായി ബന്ധപ്പെട്ട് അറിയേണ്ടത്. ക്ലിയർ ആണോ? ഒന്ന് പോസ് ചെയ്തൊന്ന് വായിച്ചു നോക്കുക പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, ഇതിന്റെ അടുത്ത ടോപ്പിക്കിലേക്ക് വരാം കേട്ടോ. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ആർക്കിടെക്ചർ ആണ്. അവിടുത്തെ ആർട്ടാണ് ഇപ്പൊ പറഞ്ഞത്. സീലും അതുപോലെ തന്നെ ടെറാക്കോട്ട ഫിഗേഴ്സും ബ്രോൺസ് കാസ്റ്റിംഗ്, അവിടുത്തെ പോർട്രേറ്റ്സും തുടങ്ങിയ ഓരോ കാര്യങ്ങൾ. ഞാൻ ആർക്കിടെക്ചർ നോക്കുകയാണെങ്കിൽ അവർ ഒരുപാട് ബിൽഡിംഗ് ഒക്കെ ഉണ്ട്, ചെറിയ ചെറിയ ബിൽഡിംഗ്, ചെറിയ വീടുകളൊക്കെ. മോസ്റ്റ്ലി ബേൺഡ് ബ്രിക്ക് ആണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. ലാർജ് സ്ട്രക്ചേഴ്സ് ഒന്നും അവിടെ ഇല്ല എന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ലാർജ് സ്ട്രക്ചറോ മോണുമെന്റ്സ് ഒന്നും അവിടെ ഇല്ല. സിറ്റാഡൽസ് ഉണ്ട്. ഓക്കെ, ഒരു ഉയർന്നു നിൽക്കുന്ന സ്ഥലമാണ്. പിന്നെ ഒരു ഇംഗ്ലീഷ് ബോണ്ട് മെത്തേഡൊക്കെ ഉപയോഗിച്ചായിട്ടാണ് പറയപ്പെടുന്നത്. പൊതുവെ നമുക്ക് എന്ത് ചെയ്യാം, അവിടുത്തെ ആർക്കിടെക്ചറിനെ 2 ഡിവൈഡ് ചെയ്യാം. ഒന്ന് സിറ്റാഡലും ലോവർ ടൗണും. കൊടുത്തില്ല. ഇങ്ങനെയാണ്. ഒന്ന് ഉയർന്നു നിൽക്കുന്ന സ്ഥലമുണ്ട്, താഴ്ന്ന സ്ഥലമുണ്ട്. 2 ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇംഗ്ലീഷ് ബോണ്ട് മെത്തേഡാണ് അവർ ഉപയോഗിക്കുന്നത്. പിന്നെ അവിടുത്തെ ടൗൺ പ്ലാനിംഗ് ആണ് രണ്ടാമതായിട്ട് നമ്മൾ അറിയേണ്ടത്. ടൗൺ പ്ലാനിംഗ്
അടുത്ത ടൗൺ പ്ലാനിംഗ് ആണ് അടുത്ത് നോക്കേണ്ടത്. ടൗൺ പ്ലാനിംഗ് എന്ന് പറയുന്നത് അവർ ഗ്രിഡ് പാറ്റേൺ ആണ് ഉപയോഗിച്ചത്, റെക്ടാംഗിൾ ഗ്രിഡ്. കറക്റ്റ് ഒരു പ്ലാൻഡ് സിറ്റി പോലെ ഇങ്ങനെ ഗ്രിഡ് പാറ്റേൺ ആണ് ഉപയോഗിക്കുന്നത്. യൂഷ്വലി 2 പാർട്ടാണ് സിറ്റിയിലൊക്കെ ഉണ്ടാവാറ്, ഒന്ന് അപ്പർ ടൗണും ലോവർ ടൗണും. അപ്പർ ടൗൺ എന്ന് ഉയർന്നു നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പൊതുവെ അത് താമസിക്കുന്ന ആരാണ്? പൊതുവെ മോസ്റ്റ്ലി റൂളിംഗ് ക്ലാസ് ആണ് അവിടെ ഭരിക്കുന്നത് അല്ലെങ്കിൽ താമസിച്ചിരുന്നത്. ലോവർ ടൗൺ ബ്രിക്ക് ഹൗസ് ആണ് ഉണ്ടാക്കിയിരുന്നത് മെയിൻ ആയിട്ട്. അവിടെ പ്രധാനമായിട്ടും സാധാരണക്കാരാണ് എന്ത് ചെയ്യുന്നത്, താമസിച്ചിരുന്നത് ലോവർ ടൗണിൽ കേട്ടോ. അത് അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പറും ലോവറും. അതേസമയത്ത് എല്ലായിടത്തും 2 പാർട്ടാണെങ്കിലും ഒരു സ്ഥലത്ത് 3 പാർട്ട് ഉണ്ട്. അതുള്ള സ്ഥലമാണ് ധോളവീര. വീരൻ 3 ആലോചിച്ചാൽ 3 പാർട്ടാണ്, അപ്പർ ടൗണും മിഡിൽ ടൗണും ലോവർ ടൗണും. അങ്ങനെ 3 ടൗൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ പോലെ തന്നെ ബേക്ക്ഡ് ബ്രിക്സ് ഒക്കെയാണ് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ബേക്ക്ഡ് ബ്രിക്സ്, ജിപ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. മോട്ടറായിട്ട് ജിപ്സ് ആണ് ഉപയോഗിച്ചിരുന്നത്. റോഡുകളൊക്കെ ഉണ്ട്, അതൊക്കെ റൈറ്റ് ആംഗിൾ ഉണ്ടായിരുന്നു. ഒക്കെ റോഡൊക്കെ നമ്മൾ പ്ലാൻഡ് സിറ്റിയിൽ പോണ പോലെ റൈറ്റ് ആംഗിൾ ആണ് റോഡൊക്കെ കയറിയിരുന്നത് കേട്ടോ. അതൊക്കെ എന്താണ് ഇവിടുത്തെ ടൗൺ പ്ലാനിങ്ങിന്റെയും കൺസ്ട്രക്ഷന്റെയും പ്രത്യേകതയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റുന്നതാണ്. ഇവിടുത്തെ ഹൗസസ് ഒക്കെ ഹൗസസ് നോക്കുകയാണെങ്കിൽ ബേൺഡ് ബ്രിക്ക് ആണ് പ്രധാനമായിട്ട് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. ഡോർസ് ഒക്കെ എന്താണ്, സോറി, അവേ ഫ്രം റോഡാണ്. ലോത്തല്ലോയിക്കെ വെന്റിലേറ്റഡ് ആയിട്ടുള്ള ഹൗസ് കാണാൻ പറ്റും. എല്ലാ ഹൗസിനും എന്തുണ്ട്, പ്രൈവറ്റ് ബെല്ലൊക്കെ കാണാൻ പറ്റും. ഓക്കെ, പ്രൈവറ്റ് ലാബറട്ടറി ഒക്കെ. ചില ഹൗസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, 2 സ്റ്റോറി ഹൗസും ഉണ്ട് കേട്ടോ. പൊതുവെ 1 സ്റ്റോറി ആണ് എങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, 2 സ്റ്റോറി ഹൗസും കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ എന്താ പറഞ്ഞത്, ഹൗസസ് നോക്കുകയാണെങ്കിൽ ബേൺഡ് മഡ് ബ്രിക്ക് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ പോലെ തന്നെ റോഡൊക്കെ എന്താണ്, പൊതുവെ വീട്ടിൽ നിന്ന് വിട്ടാണ്, അത് ഡോറിന് നേരായിരിക്കില്ല. അപ്പൊ നേരിട്ട് അവിടെ കാണാതിരിക്കാൻ വേണ്ടിയാണ് വീട്ടിനുള്ളിലേക്കൊക്കെ വെന്റിലേറ്റർ ഹൗസുകളും പ്രൈവറ്റ് വെല്ലൊക്കെ ഉണ്ടായിരുന്നു. പൊതുവെ സിംഗിൾ ആണ്, ചിലത് 2 സ്റ്റോറി ബിൽഡിങ്ങുകൾ ഉണ്ടാവുന്ന, അപ്പൊ സ്റ്റെയർ ഒക്കെ ഉണ്ടാവും. അത് അവിടുത്തെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് പ്രത്യേകതയാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റം ആണ്. വളരെ നമ്മൾ പറയേണ്ട കേട്ടോ, മെയിൻസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയും, പഠിക്കേണ്ടി വരും. ഡ്രെയിനേജ് സിസ്റ്റം, ഡ്രെയിനേജ് എന്ന് പറയുന്നത് ഓരോ വീട്ടിൽ നിന്നും കറക്റ്റ് ഡ്രെയിനേജ് ഉണ്ട്. ഓക്കെ, ഡ്രെയിൻസ് വീട്ടിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നത്, ലാർജ് ഡ്രെയിനേജിൽ കണക്ട് ചെയ്യും. അത് മെയിൻ ഡ്രെയിനേജിൽ കണക്ട് ചെയ്ത് ലാസ്റ്റ് സിറ്റിയുടെ പുറത്താണ് കൊണ്ടുപോയി ഡംപ് ചെയ്യാം. ഓക്കെ, ഡ്രെയിൻസ് ഒക്കെ കവർ ചെയ്തിരുന്നു. റെഗുലർ ഇന്റർവെൽസിലൊക്കെ എന്ത് ചെയ്യാണ്, സോക്ക് പിറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, കാരണം ക്ലീനിങ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി. അപ്പൊ അത്രയും പ്ലാൻഡ് ആയിട്ടാണ് അവരുടെ സിറ്റി ഉണ്ടാക്കിയത് എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അതൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ക്ലിയർ ആണോ? എവിടുത്തെ സിറ്റി? ഹാരപ്പൻ. ഇതാണ് ഹാരപ്പൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട് അറിയേണ്ട ഹാരപ്പൻ ആർട്ട്, അവിടുത്തെ ആർക്കിടെക്ചർ. ഓക്കെ, നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. ഈ 2 ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യണതിന് ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. പ്രീവിയസിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ആർ ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി പീപ്പിൾ ഓഫ് ഇൻഡസ്ട്രിയൽ സിവിലൈസേഷൻ? ദേ പൊസസ്ഡ് ഗ്രേറ്റ് പാലസ് ആൻഡ് ടെമ്പിൾസ്. ശരിയാണോ? ദേ വർഷിപ്ഡ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഡൈറ്റീസ്. ദേ എംപ്ലോയ്ഡ് ഹോഴ്സ് ഡ്രോൺ ചാരിയറ്റ്സ് ഫോർ വാർഫെയർ. ഓക്കെ, 3 സ്റ്റേറ്റ് ഏതാ ശരി എന്നുള്ള ചോദിക്കുന്നത്. ആൻസർ ചെയ്ത് നോക്കണേ. ഞാൻ ആൻസർ വരാത്ത നിങ്ങൾ ചെയ്ത് നോക്കണം. Regarding Indus Valley civilization, consider following. അതായത് 15 ക്വസ്റ്റ്യൻ ആണ്. It was predominantly secular civilization and religious element, though present did not dominate the scene. During this period, cotton was used for manufacturing textiles in India. കറക്റ്റ് ആണോ? കോട്ടൺ ഫസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഹാരപ്പയിലാണ്. ആൻസർ അടിയിലുണ്ടെങ്കിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. ഓക്കെ, ഇമിറ്റ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ആൻസർ ചെയ്ത് നോക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അത്രയാണ് നമുക്ക് എന്ത് ചെയ്യാൻ ഫസ്റ്റ് ഡേ എന്നുള്ള രീതിയിൽ ഹാരപ്പനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ നമ്മൾ ആൻഷ്യന്റ് ഹിസ്റ്ററിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ആൻഷ്യന്റ് ആർട്ട് ആൻഡ് കൾച്ചറിൽ ആൻഷ്യന്റില് ഹാരപ്പയാണ് പറഞ്ഞത്. നമുക്ക് ഇനി പോസ്റ്റ് മൗര്യൻ പീരീഡും പോസ്റ്റ് മൗര്യൻ പീരീഡും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ആൻഷ്യന്റ് തന്നെ നോക്കാറുണ്ട്. ആൻഷ്യന്റ് കഴിഞ്ഞാൽ മെഡീവലിലോട്ട് പോകും, പിന്നെ മോഡേണിലോട്ട്. ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ കമന്റ് ആയിട്ട് ചോദിക്കാം, ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഞാൻ മുകളിൽ കാണിച്ച ഏതെങ്കിലും കോഴ്സിന് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഉള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ. ക്ലിയർ ആണല്ലോ? ശരി, നമുക്ക് എത്ര മതി. ബാക്കി എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.
ഓക്കെ.